ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകളും യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ കമ്മോഡിറ്റികൾ പ്രത്യേകിച്ച് ഗോൾഡ് വീണ്ടും ബെറ്റർ ആയിട്ട് തന്നെയാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. മിനിഞ്ഞാന്ന് ഹിറ്റ് ചെയ്ത പുതിയ റെക്കോർഡ് ഹൈ $3578.01 പെർ ഔൺസ് ആണ്. പക്ഷേ ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $3553 പെർ ഔൺസ് ാണ്. അതോടൊപ്പം തന്നെ സിൽവറും ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $40.71 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഇന്നലെ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് സിൽവറിൻ്റെ $42 ക്രോസ് ചെയ്തിരുന്നു. 2011 ശേഷമുള്ള ഹയസ്റ്റ് ഫിഗറാണിത്. തീർച്ചയായിട്ടും സിൽവറിനെ കുറിച്ചും ഗോൾഡിനെ കുറിച്ചും വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. അതോടൊപ്പം ഗോൾഡ്മാൻ സാക്സ് പറഞ്ഞിരിക്കുന്നത് US പ്രസിഡന്റ് ട്രംപ് US ഫെഡറൽ റിസർവിൻ്റെ അധികാരങ്ങളൊക്കെ എടുത്ത് കളയുകയാണെങ്കിൽ അല്ലെങ്കിൽ അധികാരങ്ങളിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ഒരു പക്ഷേ US ട്രഷറിയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ മറ്റ് സേഫ് ഹവൻ അസറ്റിലേക്ക് മാറ്റിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഗോൾഡ് പ്രൈസ് ഒരു പക്ഷേ അവർ മുമ്പ് പ്രിഡിക്റ്റ് ചെയ്തിരുന്ന $4000 പെർ ഔൺസ് അടുത്ത വർഷം ജൂണിന് മുമ്പ് ഒരു പക്ഷേ $4500 പെർ ഔൺസ് അല്ലെങ്കിൽ $5000 പെർ ഔൺസ് വരെ ഉയർന്നേക്കെന്നാണ് ഗോൾഡ്മാൻ സാക്സ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ട്രംപിൻ്റെ ഡിസിഷൻസ് തന്നെയാണ് വീണ്ടും ഗോൾഡിനൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ ചൈനയിൽ വലിയ രീതിയിലുള്ള കൺട്രോൾസാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ചൈനീസ് റെഗുലേറ്റർ കൊണ്ടുവരാൻ പോകുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം വലിയ റീറ്റെയിൽ ഫ്രൻസിയാണ് ചൈനയിൽ നടക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ മാത്രം 166% ഇൻക്രീസാണ് റീറ്റെയിൽ ക്ലയൻറ്റ് അഡീഷണൽ ചൈനയിൽ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാർജിൻ ഫണ്ടിങ്ങിൽ കൂടെ സ്റ്റോക്കുകൾ വാങ്ങുന്ന പ്രവണതയും കൂടിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് 400 മ്യൂച്വൽ ഫണ്ടുകൾ അവരുടെ സ്കീമുകൾ ഹോൾട്ട് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പുതിയ സ്കീമുകൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്ററുടെ ഇമ്പാക്റ്റ് ചൈനീസ് മാർക്കറ്റിലുണ്ട്. പക്ഷേ ഇന്ന് വീണ്ടും ചൈനീസ് മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് കമ്മോഡിറ്റികളിൽ മുന്നേറിയിട്ടുള്ളൊരു കമ്മോഡിറ്റി അയണോറാണ്. $104.53 പെർ ഔൺസിനാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അറൗണ്ട് 1.5-2% ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ബെറ്റർ ആയിട്ട് ഓപ്പൺ ചെയ്തിരുന്നു മോർണിംഗിൽ. പക്ഷേ ക്ലോസ് ചെയ്തിരിക്കുന്നത് $88.18 പെർ ഡോളറിനാണ്. സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ GST റിലേറ്റഡ് അനൗൺസ്മെൻറ്റുകൾ ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് GST കൗൺസിൽ ഇന്നലെ. അതായത് ഫുഡ് ഡെലിവറിയുമ്പോൾ ആദ്യം 0 GST റേറ്റാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. എല്ലാവരും അനൗൺസ്മെൻറ്റിൽ എക്സ്പെക്റ്റ് ചെയ്തതും 0 GST റേറ്റ് ആയിരുന്നു. ഇന്നലെ GST കൗൺസിൽ ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. 18% GST റേറ്റ് അപ്ലിക്കബിളാണ് ഫുഡ് ഡെലിവറി റേറ്റിന്മേൽ എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇത് സ്വിഗ്ഗിനെ സംബന്ധിച്ചും സൊമാറ്റോനെ സംബന്ധിച്ച് അറൗണ്ട് 200 കോടി രൂപയോളം അഡീഷണൽ ഔട്ട്ഫ്ലോ വന്നേക്കും. പക്ഷേ തീർച്ചയായിട്ടും ഈ ഡെലിവറി ചാർജസ് മേലുള്ള GST കസ്റ്റമേഴ്സിന് പാസ് ഓൺ ചെയ്യാനാണ് സാധ്യതകൾ കൂടുതൽ. ഇനി നമ്മൾ ഓർഡർ ബാഗിങ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ഇൻഡോടെക് ട്രാൻസ്ഫോമേഴ്സ് 78.39 കോടി രൂപയ്ക്കുള്ള ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. RPP ഇൻഫ്ര 134.21 കോടി രൂപയ്ക്കുള്ള ഓർഡറും ബാഗ് ചെയ്തിട്ടുണ്ട്. വരുൺ ബിവറേജസ് റെഫ്രിജറേഷൻ എക്യുപ്മെൻറ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നൊരു ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാണ്. സീഗൽ ഇന്ത്യ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കൺസ്ട്രക്ഷൻ കമ്പനി എന്നുള്ള ഒരു അവാർഡ് വിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് അമേരിക്കയിൽ ഒപ്റ്റിക്കൽ ഫൈബർ റിലേറ്റഡ് പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്.
മറ്റ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികൾ അസ്ട്രാൾ, അതുപോലെ തന്നെ സമ്മാൻ ക്യാപിറ്റലൊക്കെയാണ്. ഈ രണ്ട് സ്റ്റോക്കുകളും ന്യൂ എൻട്രൻസ് ആണ് F&A സെഗ്മെൻറ്റിലും. നല്ല രീതിയിലുള്ള മുന്നേറ്റം എക്സ്പെക്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ആണ് ഈ കമ്പനികൾ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. കോൺകോഡ് കൺട്രോൾ സിസ്റ്റംസ് റെയിൽവേ റിലേറ്റഡ് കമ്പനിയാണ്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഇൻഡജീനിയസ് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോൺകോഡ് കൺട്രോൾ സിസ്റ്റത്തിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. HCL ടെക്കും സെയിൽ പോയിൻ്റ് എന്ന് പറയുന്ന കമ്പനിയായിട്ടൊരു JV ഫോം ചെയ്തിട്ടുണ്ട് എയർ റിലേറ്റഡ് പ്രൊജക്റ്റുകൾക്കാണ്. അതോടൊപ്പം തന്നെ യൂറോപ്പ് ഇന്ത്യയിൽ നിന്നുള്ള ഡീസൽ ഇമ്പോർട്ട് ഇൻക്രീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ യൂറോപ്യൻ കൺട്രികൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പക്ഷേ ഇന്ത്യൻ കമ്പനികൾക്ക് എഗൻസ്റ്റ് ആയിട്ട് സാങ്ഷൻസ് വന്നേക്കും ജനുവരി 2026 മുതൽ എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് ഇത്തരത്തിലുള്ളൊരു ഇമ്പോർട്ട് കൂട്ടാൻ ഉള്ള ഡിസിഷന് കാരണം. റിലയൻസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഡീസൽ ഇമ്പോർട്ട് ചെയ്യുന്ന യൂറോപ്യൻ കൺട്രികൾ. അതുകൊണ്ട് തന്നെ റിലയൻസിൻ്റെ എക്സ്പോർട്സ് യൂറോപ്പിലേക്കുള്ളത് ഈ മാസവും അടുത്ത മാസങ്ങളിൽ കൂടാനുള്ള സാധ്യതകളുണ്ട്. ഓവറോൾ ന്യൂസ് പോസിറ്റീവാണ് റിലയൻസിനെ സംബന്ധിച്ച്. പക്ഷേ സാങ്ഷൻസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പോർട്ട് ബിസിനസ്സിനെ ബാധിച്ചേക്കാം. പക്ഷേ ഇതൊക്കെ ഫൈനൽ താരിഫ് റിലേറ്റഡ് ഔട്ട്കംസിനെ അനുസരിച്ചിരിക്കും. ഒപ്പം മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ പൊതുവേ GST റിഫോം മെഷേഴ്സ് അനൗൺസ് ചെയ്തതിന് ശേഷം കൺസംഷൻ ഡ്രിവൺ, ടെക്നോളജി ഡ്രിവൺ സ്റ്റോക്കുകളിലൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ താരിഫ് റിലേറ്റഡ് ഇഷ്യൂസിൽ എല്ലാവരുടെയും എക്സ്പെക്റ്റേഷൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ സെറ്റിൽമെൻറ്റൊക്കെ വന്നേക്കാം എന്ന് ഉള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് പീയൂഷ് ഗോയലിലെ സെൻട്രൽ മിനിസ്റ്റർ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും ഒരു ശുഭാപ്തി വിശ്വാസമൊക്കെ ഉണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് താരിഫ് റിലേറ്റഡ് ഇഷ്യൂസും സെറ്റിൽ ചെയ്യുന്നുള്ളൊരു വിശ്വാസമൊക്കെ ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ GST റിഫോം മെഷേഴ്സിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ്, അതോടൊപ്പം തന്നെ ഈ വർഷം മുമ്പ് അനൗൺസ് ചെയ്തിരുന്ന ഇൻകം ടാക്സ് സ്ലാബ് വൈഡനിങ്ങിൻ്റെ, അതുപോലെ തന്നെ എക്സംഷൻ ലിമിറ്റിൻ്റെയൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ്, ഈ ഇമ്പാക്റ്റുകളൊക്കെ വീണ്ടും മാർക്കറ്റിൽ നല്ല രീതിയിലുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇനിയുള്ള മേജർ ഇവൻ്റ് എന്ന് പറയുന്നത് താരിഫ് റിലേറ്റഡ് ഇഷ്യൂ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് എങ്ങനെയായിരിക്കും അതിൻ്റെ സെറ്റിൽമെൻറ്റ് വരാൻ പോകുന്നുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പൊതുവെ മാർക്കറ്റിലൊരു വളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. എല്ലാവർക്കും ഹാപ്പി ഓണം, അതുപോലെ തന്നെ നബി ഡേ വിഷസും ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.